സോളമാ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിയിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവടെ? എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവിൽ തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചാണക്കുടി ചടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ? അവളെ കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല. അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നതാ. അവരായിട്ട് കണ്ടതാ. നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ പിടിയവനെ. അങ്ങോട്ട് മാറിക്കോ. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ അടിച്ചോ. ഒളിക്കടവിൽ അമ്മൂമ്മമാരെ കുടിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേന്ദ്രം പോയി. വേണ്ട വേണ്ട. എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കും? ജീവൻ വേണമെങ്കിൽ ജീവപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവനൊക്കെ തലേക്കറി. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവേശത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്?
എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഇതാരാ? ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്ക് മുതലേ വന്ന് കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ അതൊക്കെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയി നിന്റെ ജോസ് ചേട്ടനോ മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീടന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാടാണെങ്കിൽ ഇത് പുലിയാണ്, വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും, ഞാൻ ചെല്ലട്ടെ. അതെ, ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. ജോസ് എന്നാണ് പേര്? അല്ല, 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോ ഒരു ചേട്ടൻ എനിക്കുണ്ടായിരുന്നേ. ഇപ്പൊ ഏതാണ്ട് ഈ പ്രായം കാണും. ആ ചേട്ടനാണോ ഈ ചേട്ടനെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തൊന്നും പറയാത്തത്? ഭക്ഷണകാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ മാത്രമേ വാ തുറക്കൊള്ളുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കൂടി പറയൂ. ഉച്ചക്ക് ചോറ് അവിടെ കിട്ടും. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല കേട്ടോ. ഇതെന്റെ ജോസേട്ടനാണോന്ന്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി ഞാൻ അങ്ങനെ കണ്ടുപോയി. ഇന്ന് മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ. അല്ല, എവിടെ പോണു? ഒരു പണി കിട്ടുമോ നോക്കണം. പിന്നെ പണിയിട്ടം ബെസ്റ്റ് നാടല്ലേ ഇത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയിട്ടണതാ. ജോലി ഇവിടെ ജീവിക്കാൻ എന്നെ ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം ജോലി എടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോ അമ്മച്ചി വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. മോനായി പോയില്ലേ? ഒരഡ്ജസ്റ്റ്മെന്റിൽ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? ജോസേട്ടൻ എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ജോസേട്ടാ വാ. വാ ജോസേട്ടാ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ അന്വേഷിക്കണു. നീ എന്തൊക്കെ പറഞ്ഞാലും ഊരും പേരും അറിയാത്ത ഒരാളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല. അയാളിപ്പോ ഇട്ടിച്ചന്റെ മക്കളെ മുഴുവൻ തോപ്പിക്കുമെന്ന് പറഞ്ഞാലും വേണ്ട. അപ്പൊ ഞാനിവിടെ തല്ലുകൊണ്ട് ചാവുന്നതിൽ ആർക്കും ഒരു വിഷമമില്ല. ധൈര്യമില്ലാത്ത എനിക്ക് ധൈര്യമുള്ള ഒരാളെ ദൈവമായിട്ട് കിണറ്റിലിട്ട് തന്നതാ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടില്ല നടിക്കരുത്. എടാ, ഇവിടെ 2 പെങ്കൊച്ചുങ്ങൾ ഉള്ളതാ. അതിനെന്താ? വന്നിരിക്കുന്ന അന്യനൊന്നല്ലല്ലോ. പാതിരാത്രി സ്വന്തം വീട് തേടി വന്നപ്പോ പതക്കോ എന്ന് പറഞ്ഞ് കിണറ്റിൽ വീണു. വലിച്ച് കരപ്പേക്കേറ്റ് ഇട്ടപ്പോ വ്യത്യസ്തനായ ആ മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യ ഞാൻ വഴിയിൽ വെച്ചറിഞ്ഞത്. നീ എന്തൊക്കെയാ പറയുന്നേ? അപ്പനും അമ്മച്ചിയും ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. 18 കൊല്ലം മുമ്പ് ഒളിച്ചോടിപ്പോയ എന്റെ ജോസേട്ടനത്. എന്റെ ജോസേട്ടൻ. പണ്ടും ജോസേട്ടൻ ആ പാത്രത്തിന്റെ ഊട്ടേ കൂടി സൂര്യനെ നോക്കുമായിരുന്നു. നീ ഞങ്ങളുടെ ജോസ്മോനാണോ? ശരിയായിട്ടുള്ള ഓർമ്മശക്തിയോ ബുദ്ധിയൊന്നും ഇപ്പൊ ഇല്ല. എങ്ങനെയോ തിരിച്ചു വന്നു. കൂടുതലൊന്നും ചോദിക്കല്ലേ, പിണങ്ങി ഇറങ്ങി പോട്ടോ. സുഖമില്ലാത്ത കുട്ടിയത്. ജോസിന്റെ വലത് കൈമുട്ടിന് മുകളിലായിട്ട് ഒരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. ഒന്ന് കാണട്ടെ. എന്തോ അപകടം പറ്റി ഓപ്പറേറ്റ് ചെയ്തപ്പോ കയ്യിലെ കാക്കപ്പുള്ളിയൊക്കെ പോയി. പക്ഷെ ജോസ് എന്ന പുള്ളി ഇത് തന്നെയാ. അമ്മച്ചി, ചായക്കടയിൽ പോണ വഴി പണ്ട് സ്കൂളിൽ പോകുമ്പോ എന്റെ ചേർത്ത് പിടിക്കണമല്ലേ പിടിച്ചിട്ട്, സോളൂട്ടാ നിനക്ക് സുഖമല്ലേടാന്ന്. ഓ, എന്റെ നെഞ്ചൊന്ന് മിന്നി അമ്മച്ചി. മോനെ, നീ ഞങ്ങളുടെ ജോസ്മൻ തന്നെയാണോ? എന്റെ ജോസ്മോനെ ടച്ച് ചെയ്യാതെ കരഞ്ഞോളൂ അമ്മച്ചി. ദേഹം മുഴുവൻ അഴുക്ക. ഇവിടെ ചാരി അമ്മച്ചി. അതേടെ മക്കളെ, വന്നല്ലോടാ നമ്മുടെ പൊന്നേട്ടൻ. മക്കളെ വാ.
എന്താടി ഒരു ശബ്ദം കേട്ടത്? ഓ അത് ചേട്ടൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു വീണതായിരിക്കും. അമ്മച്ചി, ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പേടിത്തൂരായി പോയത്? ആ ഇവൻ ഇന്നെന്താണാവോ കണ്ടത്? എന്താ മോനെ? കാറ്റുള്ള ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. കാറ്റ് കൊണ്ടത് മതി. മോൻ ഇങ്ങോട്ട് ഒന്ന് കിടക്കാൻ നോക്കൂ. ചേട്ടാ ചേട്ടാ ചേട്ടാ. ആരാ നീ? ആ പോയി പായ കിടന്നേ. കാല് നിലത്ത് മുട്ടുണ്ട്. യക്ഷിയല്ല. ഏ എന്താടാ? അവളെന്താ കണ്ടോ പേടിച്ചു. ദേ നീ പായ എടുത്ത് താഴെ കിടക്ക്. ചേട്ടൻ നിന്റെ കട്ടിലേ കിടക്കട്ടെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് പായ കിടക്കാൻ പറ്റില്ല. നടുവേനെടുക്കും. ജോസേട്ടൻ പറഞ്ഞ ചൂടുണ്ട്, പുറത്തല്ല കാറ്റാ, ഞാൻ വരാന്ത കിടന്നോളാം. അവനെ അങ്ങനെ വരാന്ത കിടത്തേണ്ടവനല്ല. നീ പറയുന്ന അനുസരിച്ചാ മതി. ജോസേട്ടന് വരാന്ത കിടക്കണല്ലേ ഇഷ്ടം? ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. അങ്ങനെയാ മോനെ നീ വന്ന്. മോൻ ദേ ഇവിടെ കിടന്നാ മതി. അപ്പാ പൊതച്ചു കിടക്ക്. വെള്ളം കൊണ്ടുവന്ന് വെക്കട്ടെ മോനെ. ആ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും. ശ്ശോ, എന്റെ ഓർക്കം പോയി. കണ്ടോടി, എല്ലാവനും ഓർമ്മയുണ്ട്. പണ്ട് കുഴി കുത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ ഞാൻ തല്ലിയത്. ദേ ഒരു പ്രായച്ചിത്തം പോലെ ചെയ്യുന്ന കണ്ടില്ലേ? ഇനി ജോസ്മോന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാ പോലും വഴക്ക് പറയാൻ നിക്കണ്ട കേട്ടോ. ഏയ് ഒരുപാട് നേർച്ചയും കാഴ്ചയും വെച്ചിട്ട് തിരിച്ചു കിട്ടിയതാ. എന്താ ഇവിടെ വല്ല പൂച്ചയെ പട്ടി ചത്തോ? ഓ, നിന്റെ അറിവില് പറമ്പില് കുഴി കുത്തുന്നത് അതിനു വേണ്ടി മാത്രമാണല്ലോ. നിന്നോടൊന്നും നടാൻ പറഞ്ഞിട്ട് കേട്ടായിരുന്നോ? എന്റെ മോൻ പറയാതെ തന്നെ ചെയ്ത കണ്ടോ? അത്രയ്ക്ക് ആഴത്തിൽ കുത്തണ്ട മോനെ. ഓ, ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മയ്ക്കായിട്ട് കിണർ കുത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പ് മുഴുവൻ? പണി എടുക്കുകയില്ല, പണി എടുക്കുന്നവരെ പരിഹസിക്കുക. ഓ, ഇത്തിരി ആഴം കൂടിയാലും ചാരവും ചാണകവും ഒക്കെ ഇട്ട് കഴിയുമ്പോ ശരിയായിക്കൊള്ളും. കേരളത്തിലെ മുഴുവൻ പശുവിന്റെ ചാണകവും കൊണ്ടുവന്നിടേണ്ടി വരും. ഒന്നും മിണ്ടായിരിയടാ. ആവൂ, ഇന്നെങ്കിലും എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയല്ലോ. ഓ ഇത് ജോസേട്ടനാ, വേണപ്പോ എടുത്തു കൂടി. ആ അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായി. കർത്താവേ, പള്ളിയിലെ മോട്ടറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കണം കണ്ടിട്ടുള്ളൂ. ആ ചക്കരക്കൊട്ട പഠിക്കാൻ പോവാണ്. നന്നായിട്ട് പഠിക്കണോട്ടാ. അവനിപ്പോ സൈക്കിള് വേണമെന്ന് പറഞ്ഞാ ബഹളം. അപ്പച്ചൻ വാങ്ങിച്ചു കൊടുക്കില്ല. ആ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ ഒന്ന് വന്നോട്ടെ. എവിടാ നിന്റെ ചേട്ടായി? ചേട്ടായി വീട്ടില് കുഴി കുത്തുക. ഓ, നിന്നെ മൂടാനുള്ള കുഴിയാണ് ഇപ്പോഴേ കുത്തി തുടങ്ങിയോ? നിന്നെ തല്ലിയ നിന്റെ ചേട്ടായി ചോദിക്കാൻ വരുമെന്ന് എനിക്ക് അറിയണം. ചേട്ടായി എന്റെ കൂടെ ഉള്ളപ്പോ തല്ലിയാ പോരെ? അപ്പൊ തന്നെ റിസൾട്ട് അറിയാലോ. തൽക്കാലം നിങ്ങളുടെ മർദ്ദനം ഏറ്റുവാങ്ങാൻ എനിക്ക് സമയമില്ല. അപ്പന്റെ പറ്റില്ല എഴുതിക്കോ. ഇവൻ എവിടെയെങ്കിലും നേർച്ച ചേർന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം എന്നെ പഞ്ഞിക്കിട്ടോളാന്ന്. ചേട്ടായി, ഇത് കൈക്കൂലിയായി സ്വീകരിച്ച് എന്നെ രക്ഷിക്കണം. ആ ജീപ്പിൽ വരുന്നവനെ കണ്ടോ? എനിക്ക് സ്ഥിരം പണി തരുന്നവനാ. അവൻ തിരിച്ചു പോകുമ്പോ ആംബുലൻസ് കടന്നു പോണം. ഓക്കേ, ഉഷാറാക്ക് ഉഷാറാക്ക് ഉഷാറാക്ക്. മസിലൊക്കെ കേറ്റ്. വന്നുണ്ട്. പഴം പിന്നെ കേറ്റാ. ഇപ്പൊ അവന്റെ പള്ള കേറ്റ്. നീ എന്റെ അനിയന്മാരെ തല്ലിച്ചതിന് പകരം നിന്റെ മുന്നിലിട്ട് നിന്റെ അനിയനെ ഞാൻ തല്ലാൻ പോവാ. ഉശിരുള്ളവരാണെങ്കിൽ തടുക്ക്. ചേട്ടായി, ചേട്ടായി, പഴം തിന്നോണ്ടിരുന്ന ഞാൻ ഇടികൊണ്ട് പഴം പോലെയാവും. ഓ, തൊലി പോയി. ഓടിപ്പോയി ഒരു ഗ്ലാസ് ആട്ടുപാൽ എടുത്തിട്ടോ ചേട്ടനെ.
ചേട്ടന് പാല് കൊടുക്കാൻ? ഈ ചേട്ടന് പാല് ആ ചേട്ടന്. ആരും വരരുത്. അടി 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 അടി. Yeah, sixer! ജോസേട്ടാ വേണ്ട, കടാരെടുക്കണ്ട. എടാ ജോണിക്കുട്ടി, ഈ കുഴി മണ്ണിട്ട് മൂടി കുണ്ടുകുഴി അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് ഒപ്പീസ് ചൊല്ലാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, എനിക്ക് അളിയാ എന്ന് വിളിക്കാൻ നീ ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത്. കേറ്, പോയിക്കോ, ഉള്ള ജീവനോട് എന്നെ പറമ്പിന്ന് പോ. തിരിച്ചടിക്കാൻ എനിക്കും അറിയടാ. ജോസേട്ടോ പോടാ പോടാ, മാതോളക്ക് കൊമ്പനാടാ ഞാൻ. എങ്ങനെ കിരീട സിനിമയിൽ കൊച്ചിനെനിഫ് ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നേക്കണം. രാവിലാണോടാ പത്രം വായിക്കുന്നത്? ചേട്ടായേ ഒന്നുമില്ല. കപ്പലിന്റെ ഉച്ചവരെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. സോളമാ ചേട്ടായിട്ടൊന്ന് കേറിട്ട് പോടാ. തന്റെ മെക്കിട്ടാണോ? അല്ല, ഈ ചായക്കടയിലേക്ക്. വേണ്ട, ചേട്ടാ ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. ഓരോരുത്തന്നെ ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്നാലും വെറുതെ വിളിച്ചു കയറ്റി ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ കക്ഷത്തിൽ എന്താ മൂലക്കുരുവാ? അല്ല, ഇഷ്ടിക. ചേട്ടായി കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, ചതിക്കില്ല. കഷണ്ടിൽ കല്ലുമണ വേയിച്ചാലോ? അയ്യോ വേണ്ട.